സുനീഷ് അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനീഷ് അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയാൽ സ്വാഭാവികമായും അത് കുറച്ച് മൂർച്ചയുള്ള, അത് ചൂടേറിയ മാർച്ചാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കോൺഗ്രസും വിഷയം ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും അല്ലറ ചില്ലറ പ്രതിഷേധങ്ങളൊക്കെയാണുള്ളതെങ്കിൽ പ്രതിഷേധത്തിന് കൂടുതൽ സംഘടിതമായ രൂപം കൈവരികയാണോ? പ്രതിപക്ഷ പ്രതിഷേധം ഘടിപ്പിക്കാനാണോ തീരുമാനം ഈ പി.വി. അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളിൽ? പക്ഷെ അങ്ങനെ വന്നാൽ പി.വി. അൻവർ പറഞ്ഞതനുസരിച്ച് നീങ്ങുന്ന പ്രതിപക്ഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെയാണ്, ഏതായാലും പ്രതിഷേധത്തിന് മൂർച്ച കൂടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ യൂത്ത് കോൺഗ്രസിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം കണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി തന്നെ മൂർച്ചയേറിയ ഒരു പ്രതിഷേധം, അതായത് കോൺഗ്രസ് തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഏതായാലും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം ADGPയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും അടക്കം ചെറിയ ചെറിയ മാർച്ചുകൾ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് സംസ്ഥാന നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഒപ്പം തന്നെ നാളെ കോൺഗ്രസ് ഇതുവരെ ഈ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ നാളെ മുതൽ അത്തരത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. നാളെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ കോൺഗ്രസിന്റെ KPCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കുറ്റകൃത്യങ്ങളുടെ താവളമായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നത്. ഈ നേരത്തെ തന്നെ ADGPയെ മാറ്റി നിർത്താതെയാണ് അന്വേഷണം പോലും നടക്കുന്നത്. അത് തന്നെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി മുഖ്യമന്ത്രി പോലും ഈ ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അടക്കം ഈ വിഷയത്തിൽ ഇവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതാണ് പ്രധാനമായും ഈ പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കുക, കർശനമായ നടപടിയെടുക്കുക എന്നതാണ് ആവശ്യം. ഒപ്പം തന്നെ ഈ അന്വേഷണം അത് CBIക്ക് വിടുക എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പി.വി. അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. പക്ഷേ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ SIT ഈ അന്വേഷണത്തിലുള്ളവർ തന്നെ ഈ ADGPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് എന്നിരിക്കെ ഈ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് എന്നതാണ് പ്രതിപക്ഷവും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ അന്വേഷണം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് തെളിയിക്കപ്പെടുമോ എന്നതാണ്. തെളിവുകളുടെ അഭാവം കൂടി ഉള്ളൊരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം കൊണ്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? അല്ലെങ്കിൽ ADGPക്കെതിരെയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഈ തെളിവുകൾ ലഭിക്കാനുണ്ടോ, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് പ്രതിപക്ഷവും ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വെച്ചപ്പോഴും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എന്നതായിരുന്നു. ADGP MR അജിത് കുമാർ ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരിലെ തൃശ്ശൂരിലുണ്ടായിരുന്ന RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രിയാണ് ADGP MR അജിത് കുമാറിനെ ദൂതനായി അയച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏതായാലും പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും നിലവിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം, നേരത്തെ ADGPയുടെ രാജി ആവശ്യമാണെങ്കിൽ അതിന്റെ തലമൊക്കെ തന്നെയും മാറിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം അത് ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. ഈ കുറ്റങ്ങൾ ചെറുതല്ല എന്നതാണ്. ഈ മന്ത്രിമാരുടെ അടക്കം ഫോൺ കോൾ ചോർത്തൽ, ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത്, ഇത്തരത്തിൽ ലഹരി ഉപയോഗം, അത്തരത്തിൽ പല കേസുകളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടാത്തതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഏതായാലും അത്തരത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നതിൽ ഏതായാലും മറ്റൊരു രീതിയിലും സംശയമില്ല. അത്തരത്തിലുള്ള പ്രതിഷേധം ഇന്നും നാളെയുമായും അടുത്ത ദിവസങ്ങളിലുമായി ഉണ്ടാകുമെന്നത് തന്നെയാണ് അരുൺ മനസ്സിലാക്കുന്നത്. താങ്ക് യു. സുനീഷ് അയ്യല്ലൂരാണ് വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ശക്തമായ സമരപരിപാടികളുണ്ടാവും, മാർച്ചടക്കമുള്ള കാര്യങ്ങളുണ്ട്.